നമസ്കാരം. ഇന്നലെ ഞാനൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവിൻ്റെ അടക്കം ഉള്ള സംസാരം, അതായത് അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളടക്കം വെച്ചിട്ടാണ് ഞാൻ ആ വാർത്ത ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞത് 2000-ഓളം പേർ ഈ ദുരന്തത്തിൽ, മേപ്പാടി ദുരന്തത്തിൽ, ചൂരന്മല അതേപോലെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇവരുടെ ശവശരീരങ്ങളൊക്കെ ഒറ്റയടിക്ക് ചാലിയാർ പുഴ വഴി ചിലപ്പോൾ കടലിലെത്തിയിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്കുമായി ബന്ധപ്പെട്ട് പലർക്കും പെട്ടെന്ന് ദഹിക്കുന്നില്ല. ഗവൺമെൻറ് തരുന്ന കണക്ക് എന്താണ്? നമ്മൾ ദേശാഭിമാനി വായിക്കാം. ദേശാഭിമാനിയിൽ പറയുന്നത് മരിച്ചവർ 341 പേരാണ് എന്നാണ് പറയുന്നത്. ഔദ്യോഗിക മരണസംഖ്യ 221, 135 മൃതദേഹം കൈമാറി. ഇനി കണ്ടെത്താനുള്ളത് 150 പേരെ എന്നാണ് അവർ പറയുന്നത്, ദേശാഭിമാനി പറയുന്നത്. അതായത് മൊത്തം 341, 180 എന്ന് പറയുമ്പോൾ ഏകദേശം 521 പേരാണ് മൊത്തം മരിച്ചത് എന്നുള്ള വിവരമാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഇന്നലെ ബാബു എന്ന് പറയുന്ന നമ്മുടെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം മെഡിക്കൽ കോളേജിൽ തൻ്റെ മകൻ ഹോസ്പിറ്റലുള്ള സീരിയസ് ആയി കണ്ടീഷൻ കിടക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് പോലും ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിച്ചു. ആ സംസാരപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ മുണ്ടക്കയിൽ മാത്രം നമ്മളെ കണക്ക് ഇപ്പൊ സംസാരിച്ച പ്രകാരം കണക്ക് 2000-ല് ഒരു 250 പേരെ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി അന്നേരം 1750-ഓളം പേർ അവിടുന്ന് ഒഴുകിപ്പോയി എന്നല്ലേ അതിനർത്ഥം? അതെ, നമ്മള് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം നിലവിലുള്ള അവിടത്തെ ആൾക്കാരും അത് മറ്റു ബന്ധുവീടുകളിലേക്ക് പോയതും ഒക്കെ കൂടി അന്ന് മാറിയ അവസ്ഥയിലൊക്കെ വെച്ച് കൂട്ടിയാലും നമ്മൾ വലിയൊരു സംഖ്യ കാണാറുണ്ട്. കേട്ടല്ലോ. അതായത് ഇദ്ദേഹവുമായി സംസാരിച്ച പ്രകാരം ആവറേജ് ഒരു 2000-2000-ൽ മേതെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മനോരമ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ജനസംഖ്യയെക്കുറിച്ചുള്ള കാര്യമാണ്. മുണ്ടക്കൈയിൽ നമ്മൾ ആദ്യം എടുക്കാം. മുണ്ടക്കൈ എന്ന ഭാഗത്ത് മൊത്തം 500-ഓളം വീടുകളുണ്ടായിരുന്നു. കണക്കിൽപ്പെടുന്ന 400-ഓളം വീടും 100 വീട് നമ്പർ ഇടാത്ത വീടുകളുമുണ്ട്. മാത്രമല്ല ആ പ്രദേശത്ത് ആകെപ്പാടഞ്ഞ് 30 വീടുകൾ മാത്രമാണ് ഉള്ളത് എന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 150-ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാം. തലേ ദിവസം തന്നെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 10-30 വീടുകളിലാണ് ആളുകളുള്ളത്. 2 പേരെ മാത്രമാണ് അപകടം വന്നിട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്നുള്ളതാണ്. അദ്ദേഹം പറയാം മുണ്ടക്കയിലെ ജനസംഖ്യ മനോരമ പത്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1247, 451 കുടുംബങ്ങൾ. 451 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 450 വീട്. 451 വീടിൽ വെറും 30 വീടേ ബാക്കിയുള്ളൂ. 30 വീടിൽ നിന്ന് പറയുന്നേരം അതിൻ്റെ അകത്ത് ആവറേജ് 150 പേര് കൂട്ടാം. അതേപോലെ 150-ഓളം പേരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് കൂടെ 300 പേരും കഴിച്ചാൽ 947 പേർ മരിച്ചു എന്ന് വേണം കരുതാൻ. അവരൊന്നും ജീവിച്ചിരിപ്പില്ല എന്ന് കൃത്യമായി എല്ലാ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരമുണ്ട്. പ്ലസ് നമ്മൾ കാണാത്തൊരു വിഭാഗം ആളുകളുണ്ട് അവിടെ. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം ഒരു 750-ഓളം പേര് അവിടെ മുണ്ടക്കൈൽ ഭാഗത്ത് മാത്രം ഉണ്ടെന്നാണ് ബാബു എന്നോട് വെളിപ്പെടുത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 1600-1700 പേരുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മുടെ ചൂരൽമലയിൽ എന്ന് പറയുന്നത് 671 കുടുംബങ്ങളാണ്. അതിൽ 2162 പേരാണുള്ളത്. ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ രക്ഷപ്പെട്ടു. ഏകദേശം ഒരു 500 പേര് മരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് ബാബു പറഞ്ഞത്. എന്താ വെച്ചാൽ അവിടെ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഈ 2162 പേരോടും ഏകദേശം 900-ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ 3000 പേരുണ്ടാവും. അതിലൊരു 500 പേര് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്കിൽ 2000-ൽ വരികയാണ്. അതായത് ഇവിടെ നടന്ന ഉരുൾപൊട്ടലിൽ ഏകദേശം 2000 പേർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇന്നലെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഗവൺമെൻറ് എന്നാൽ ഇരുട്ട് തപ്പുക. ഇതെല്ലാം അറിയുന്ന ഗവൺമെൻറ് പറയുന്നത് ഇപ്പോൾ 521 പേരാണ് മൊത്തമുള്ളത് എന്നാണ്. ഗവൺമെൻറ് കണക്ക്, ദേശാഭിമാനി കണക്കാണ് ഞാൻ പറഞ്ഞത്. മൊത്തം അവർ പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക മരണസംഖ്യ 341 പേർ മരിച്ചു എന്ന് പറയുന്നു. കണ്ടെത്താനുള്ള 150 കൂടെ കൂട്ടുമ്പോൾ 521 പേരെന്നാണ് പറയുന്നത്.
521 കഴിച്ചാൽ ഏകദേശം 1500ഓളം പേരുടെ കണക്ക് എവിടെ പോയി പിണറായി? അത് താങ്കൾ എന്തുകൊണ്ടാണ് ഒളിച്ചു വെക്കുന്നത്? ഇത്ര വലിയ ദുരന്തമല്ല എന്ന് വരുത്തിച്ച് കിട്ടാനുള്ള ആപാതിയുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ താങ്കൾ ഗവൺമെൻറ്റിന് ഇത്ര ചീത്തപ്പേരുണ്ടായി എന്ന് കാണിക്കാനോ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ല, വലിയ ദുരന്തമൊന്നുമല്ല, ഒരു ചെറിയ ദുരന്തമാണ്, 500 പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് കാണിക്കാനാണോ അത് കള്ളക്കണക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ കുട്ടികളുടെ 1 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെ പേര് ചേർത്തിയിട്ടില്ല. മനോരമ അവരടക്കമുള്ള കണക്കാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും അതേപോലെ അനധികൃത കെട്ടിടങ്ങളുടെയും കണക്കുകൾ ഇതിലില്ല. അത് വളരെ ക്ലിയറായി ഇതിലെ ബാബു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞാൻ അവരുടെ മേപ്പാടി പഞ്ചായത്തിൻ്റെ മൊത്തം കണക്കെടുക്കാം. ഞാൻ കൃത്യമായിട്ട് എൻ്റെ കണക്ക് ഇതല്ല, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കണക്കാണ്. ജനഹിതം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള ഇവിടെ കണക്കാണ്. വാർഡ് ലിസ്റ്റ് ഓഫ് മേപ്പാടി എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാമത്തേതാണ് നമ്മളെ ഈ അട്ടമല എന്ന് പറയുന്നത്. അതും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ മുണ്ടക്കൈയിലെ ജനസംഖ്യ പറയുന്നത് 423 പുരുഷന്മാരും 392 സ്ത്രീകളുമാണെന്നാണ്. അതായത് 815 പേരാണ് ഇതിൽ കണക്കിലുള്ളത്, വോട്ടേഴ്സ് ലിസ്റ്റുള്ളത്. എന്നാൽ മനോരമയിലെ കണക്ക് പ്രകാരം അവിടെ 1247 പേരുണ്ട്. അതായത് 400 മേതെ 432 പേര് അധികമായിട്ടുണ്ട്, കുട്ടികളായിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 1 വയസ്സിന് മുതൽ ജനിച്ച മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഇതേപോലെ തന്നെ ചൂരമലയിൽ 703 ആണ് പുരുഷന്മാരുള്ളത്, 690 പുരുഷന്മാരുള്ള ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ. ഇവിടെ മൊത്തം ജനസംഖ്യ മനോരമ പ്രകാരം പറയുന്ന ചൂരമലയിൽ മാത്രം 2162 പേരുണ്ടെന്നാണ്. 2162. പിന്നെ അട്ടമലയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. നമ്മൾ അധികം മരണത്തെപ്പറ്റി പറയുന്നില്ല. 601 കുടുംബങ്ങളുണ്ട്, 1424 പേരാണ് അവിടെ മൊത്തം ഉള്ളത്. ഇത് ഗവൺമെൻറ് കണക്ക് പ്രകാരമുള്ള റേഷൻ കാർഡ് കണക്ക് പ്രകാരമുള്ള കണക്കായിരിക്കും വിചാരിക്കുന്നു. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് ഇതിനകത്തില്ല. അത് ഏവറേജ് അവിടെ ജനസംഖ്യയുടെ 1/3 ഉണ്ടാകുമെന്നുള്ളതാണ് അവിടെ നിന്ന് വന്ന വിവരങ്ങൾ. കാരണം പ്രത്യേകിച്ചും എസ്റ്റേറ്റിൽ ഈ ജോലി വരുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. ചൂരമലയിൽ 703 690 അടക്കം 1400ഓളം ആളുകളാണ് ഉള്ളത് ഈ കണക്ക് പ്രകാരം. എന്നാൽ 2100 ശിഷ്ടം ആളുകൾ 2162 ആളുണ്ടെന്നാണ് ഈ മനോരമ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം 22 വാർഡുകളാണുള്ളത്. ആ വാർഡുകളുടെ ലിസ്റ്റാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, വളരെ ഗൗരവമായ കാര്യം, ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം കൃത്യമായി പറഞ്ഞാൽ 2000ഓളം പേരെ കാണാതായിട്ടുണ്ട്. കാണാതാവാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തലേ ദിവസം വരെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ് ബാബു. ആ ബാബു കൃത്യമായി പറയുകയാണ് ഇവിടെ ഏകദേശം 2000ഓളം ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഇത്ര ആളുകളില്ലേ? ഉണ്ട്. ആ കണക്ക് തന്നെയാണ് മനോരമയും പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളടക്കമുള്ള വരുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൂടാതെ കുട്ടികളുടെ 18 വയസ്സ് വരെയുള്ള ആളുകളുടെ കൂടി വിവരം എടുക്കുമ്പോഴുള്ള കൃത്യമായ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് പിണറായി വിജയൻ കാണിക്കുന്ന കള്ളത്തരം. എന്തിനാണ് പിണറായി വിജയൻ ഈ കള്ളത്തരം കാണിക്കുന്നത്? ഈ മരണത്തിലും എന്തിനാണ് ഇങ്ങനെ കപടത്തരം കാണിക്കുന്നത്? അത് തുറന്ന് കൃത്യമായി പറയണ്ടേ? ഇവരുടെ കണക്ക് കൃത്യമായി രേഖാമൂലമുള്ളതല്ലേ? രേഖാമൂലമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ കാര്യം വിടുക. പക്ഷേ അല്ലാത്ത ആളുകളില്ലേ? നമ്മുടെ വോട്ടർമാരായ ആളുകളില്ലേ? അവർ മക്കളില്ലേ? ഇവരുടെയൊക്കെ കണക്കും ഇവരൊക്കെ എവിടെ പോയി? അതായത് മുണ്ടക്കൈ ഒന്നിച്ചൊഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാത്രി 1 മണിക്കാണ് ആദ്യം പൊട്ടലുണ്ടാകുന്നത്. പിന്നെ ഉരുൾപൊട്ടലുണ്ടായി 2:30 മണിയാകുമ്പോൾ കൃത്യമായി ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ടായി. 2:30 മണിയാകുമ്പോഴേക്ക് ഉരുൾപൊട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയത്ത് നമുക്ക് കണക്കൂട്ടാം. കുത്തി ഒഴുകിയ ആ സമയത്ത് തന്നെ എല്ലാം പോയി. ആ 2:30 മണിക്ക് കുത്തി ഒഴുകിയ പോയ മൃതദേഹങ്ങളും അതേപോലെ ഇത്ര ഈ പറയുന്ന അവിടെ താമസിച്ച ആളുകളും മൃഗങ്ങളും വീടും എല്ലാം അടക്കമാണ് കുത്തിയൊലിച്ചു പോയത്.
അതിൻ്റെ അവശിഷ്ടങ്ങൾ കുറച്ച് മാത്രമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ ആളുകളില്ല, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധമുള്ള സ്ഥിതിയാണ് മുണ്ടക്കയിലുള്ളത്. മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നു എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ബോഡികൾ മിന്നൽ വേഗത്തിൽ, കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ ഈ മലയിടിഞ്ഞ് വെള്ളവും മണ്ണും കല്ലും, വലിയ വലിയ കല്ലുകളടക്കമുള്ള കല്ലുകളുമായിട്ട് മരങ്ങളുമായിട്ട് വന്ന് കുതിച്ച് പായുകയായിരുന്നു. ആ കുതിച്ച് പാഞ്ഞ മുണ്ടക്കൈ പുഴയിൽ കൂടെ പുതിയ ഉണ്ടാക്കി അങ്ങനെ മുണ്ടക്കൈ പുഴയിൽ ചേർന്ന് അത് മലയുടെ മുകളിൽ നിന്ന് ചാടി വളരെ വേഗത്തിൽ കുതിച്ച് മിനിറ്റുകൾക്ക് അധികം കുതിച്ച് ചാലിയാർ പുഴയിൽ എത്തിയിട്ടുണ്ടാകാം. ഒരു 3 മണി 4 മണി 5 മണി 6 മണിയിലുള്ളിൽ ഏകദേശം ഈ മൃതദേഹങ്ങളെല്ലാം കടലിൽ ചെന്ന് പതിച്ചിട്ടുണ്ടാകും ഭൂരിപക്ഷം എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ ഗവൺമെൻറ് പറയട്ടെ ഈ കണക്ക് കള്ളക്കണക്കാണ്, ഇത് തെറ്റാണെന്ന് പറയട്ടെ. അതായത് മനോരമ പ്രസിദ്ധീകരിച്ച കണക്കും ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം കണക്കും ബാബു എന്ന് പറയുന്ന അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കണക്കും വെച്ചിട്ടാണ് ഞാൻ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നത്. ഇത്രയും ആളുകൾ എവിടെ? അവർ മരിച്ചുപോയി എന്ന് തന്നെ കരുതാം. നന്ദി, നമസ്കാരം.